ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മനോഹരമായ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഒരു ദിവസം വൈകിട്ട് സോക്രട്ടീസിൻ്റെ ചില ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരായിരുന്ന ചിലർ ഇപ്പോൾ നിനക്കെതിരായി ദൂഷണം പറയുന്നു. നീ അവരെ തീർച്ചയായും ശിക്ഷിക്കണം. വലിയ ഗൗരവമായി അതിനെ ശ്രദ്ധിക്കാതിരുന്ന ഗുരുവിനെ വീണ്ടും അവർ നിർബന്ധിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ശിഷ്യന്മാർക്ക് സന്തോഷമായി. ആ ദുഷ്ടരായ ശിഷ്യന്മാർക്കെതിരെ എന്താണ് നടപടിയെടുക്കുന്നത് എന്ന് അവർക്കറിയണം. ശാന്തനായ ഗുരു മറുപടി പറഞ്ഞു, അവർ എന്നെപ്പറ്റി എന്ത് ദൂഷണം പറഞ്ഞാലും ആരും വിശ്വസിക്കാതിരിക്കാൻ തക്കവണ്ണം ഞാൻ മേലിൽ കുറെ കൂടെ നന്നായി ജീവിക്കും. പ്രിയമുള്ളവരെ, ഇതാണ് മഹത്തായ ജീവിതം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് മഹാത്മാഗാന്ധിയെപ്പോലെ ധൈര്യമായി പറയുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിനും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക എന്നാണ് നാം ഇന്ന് കുറിവാക്യമായി വായിച്ചത്. ഒരു കുടുംബത്തിൽ മാതാപിതാക്കളുടെ മാതൃക ജീവിതമാണ് മക്കൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സുവിശേഷവും അതുതന്നെയാണ് മാതാപിതാക്കളുടെ ജീവിത മാതൃക. ഒരധ്യാപകന് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനവും അധ്യാപകൻ്റെ ജീവിത മാതൃകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഗുരുവും ദൈവവുമായ യേശു കർത്താവിൻ്റെ ജീവിത മാതൃക ജീവിതത്തിലുടനീളം പിൻപറ്റുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിലെ ധ്യാനത്തിലൂടെ നമ്മയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്നതായ ജീവിത മാതൃക ഞങ്ങളുടെ തലമുറകൾക്ക് കർത്താവെ അത് കൈമാറ്റം ചെയ്യുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം കണ്ട് കർത്താവിലേക്ക് പുതിയ തലമുറ ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ ചെയ്തികളും എല്ലാം മുഖാന്തരമാക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.